യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ സെൻസർ ചെയ്യാനിരുന്നവർക്ക് ഈ ഒരു സംഭവമാണോ എന്ന് മനസ്സിലായോ എന്നുള്ളതാണ്. കാരണം അത് കണക്ട് ചെയ്യാനായിട്ട് ഇവർ വേറെ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. പിന്നീട് ഈ ബാബ ബജ്രംഗി എന്ന് പറഞ്ഞ കഥാപാത്രം വരുമ്പോൾ മാത്രമാണ് ഈ സംഭവം, അതായത് ഗുജറാത്ത് കലാപം എന്താണെന്നും ഗോദ്ര തീവെപ്പ് എന്താണെന്നും അറിയാവുന്നവർക്ക് മനസ്സിലാവുന്നത്. എന്റെ കൂടെ തീർച്ചയായും ബാബു ബജ്രംഗി എന്ന് പറയുന്ന വ്യക്തിക്ക് പകരമായിട്ട് പറയുന്നത് ബാബ ബജ്രംഗി എന്നാണ്. അതുപോലും മാറ്റുമെന്നാണ് ഇപ്പൊ പറയുന്നത്. സെൻസർ ചെയ്യുന്ന ആ 17 ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടെ മാറ്റുമെന്നാണ് പറയുന്നത് ആ കഥാപാത്രത്തിന്റെ. അപ്പൊ അതിലൊന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്റെ അടുത്തുള്ള സുഹൃത്ത് പറഞ്ഞു, ഞാൻ പറയട്ടെ, ഗുജറാത്ത് കലാപമാണ് എന്ന് പറയുമ്പോൾ ആണോ, എവിടെ പറഞ്ഞു എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത് മനസ്സിലാവാത്തതായിരിക്കാം ഈ കഥയുടെ ഈ അങ്ങനെയുള്ളവരെയാണോ ഈ സെൻസർ ബോർഡിൽ ഒരു വിവരമില്ലാത്തവരാണോ? അതൊരു ചോദ്യമാണ്. ആരെയാണ് സെൻസർ ബോർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഇതിപ്പോ RSSന്റെ ഒരു സാംസ്കാരിക സംഘടനയായ തപസ്യ, അതിന്റെ നിർദ്ദേശപ്രകാരമാണ് ഓരോരുത്തരെയും ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ തപസ്യ ഇത്തരത്തിലുള്ളവരെയാണോ നിർദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം.